കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ഇസ്മീറിലാണ്. തുർക്കിയിലെ അതിമനോഹരമായ മൂന്നാമത്തെ ഏറ്റവും വലിയ പട്ടണമായ ഇസ്മീറിലാണുള്ളത്. അപ്പം ഇന്നലെ നമ്മളിവിടെ എത്തി. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഇസ്മീറിലെ ലോക്കൽ കാഴ്ചകളാണ്. ഇത് എൻ്റെ റൂമിൻ്റെ പുറത്ത് നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നിരുന്നു. മനോഹരമായ വ്യൂ ആണ്, നല്ല വെയിലാണ്, കുന്നിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇസ്മീറിലേക്ക് കൂടി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം കേട്ടോ. പിന്നെ നാളെ നമ്മൾ പോകുന്നത് പമുക്കലയാണ്. പമുക്കല എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് നോക്കണം. നാച്ചുറലായിട്ടുള്ള വെള്ള കളർ പൂളൊക്കെ ഇല്ലേ, അതാണ് പമുക്കല. പമുക്കലയിൽ നിന്ന് നേരെ അന്തലയെ പോവും, അന്തലയിൽ നിന്ന് നേരെ കപ്പഡോക്കിയ പോവും. ഹോട്ട് എയർ ബലൂൺ കയറണ്ടേ നമുക്ക്, കപ്പഡോക്കിയ പോവും. കപ്പഡോക്കിയയിൽ നിന്നും അങ്ങനെ പിന്നെ അങ്കാറ, അങ്ങനെയൊക്കെയാണ് പ്ലാന്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇസ്മീറിലെ കാഴ്ചകളാണ്. ഓക്കെ, ആദ്യം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ക്ലോക്ക് ടവർ, ഇസ്മീർ ക്ലോക്ക് ടവർ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല വ്യൂ ആണെന്നാണ് ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ മനസ്സിലായത്. അപ്പോൾ ഇവിടുന്ന് 850 മീറ്റർ 10 മിനിറ്റ് നടക്കാനുണ്ട്. വണ്ടി ഇവിടെ കിടക്കുന്നത് ഇന്നലെ കൊണ്ടുവച്ച് ഞാൻ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് സേഫായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ വണ്ടി വെക്കുമ്പോൾ നാട്ടിലത്തെ പോലെ ഇല്ല, 2 ലോക്ക് ഉണ്ട്. ഫ്രണ്ടിൽ 2 അലാറാം ലോക്കും മറ്റേ സൈക്കിൾ ചെയിൻ ലോക്കും ഉണ്ട്. പിന്നെ ഓക്കെ, അപ്പം വിടാം നേരെ ക്ലോക്ക് ടവറിലേക്ക്. ഞാൻ ജസ്റ്റ് ക്യാമറ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുമ്പോഴുള്ള കാഴ്ചകൾ അങ്ങനെ തന്നെ കാണിച്ചില്ല. നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടോ, അവിടെ എത്തും വരെ എന്തൊക്കെ ഉള്ളതെന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് പോകുന്നത്. ഇത് ഈ വലതുവശത്ത് കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ഇവിടുത്തെ വസ്ത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അധികവും ഫുൾ കൈ ആണ് ഉണ്ടാകുന്നത്. ഹാഫ് കൈ വളരെ കുറവാണ്. കാരണം ഇവിടെ തണുപ്പായത് കൊണ്ട് തന്നെ ആണുങ്ങളുടെ ഡ്രസ്സൊക്കെ എല്ലാം ഒരു വിധം ഫുൾ കൈ ഉണ്ടാകും. എൻ്റെ ഹോട്ടലിൽ നേരെ ഇപ്പുറത്തിന് ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. വരുമ്പോൾ ഏതെങ്കിലും വാങ്ങാം. ഒരു സ്വീറ്റിൻ്റെ ഷോപ്പാണ് ഇത്. അധികം ഡ്രസ്സുകളാണ് കേട്ടോ ഈ സ്ട്രീറ്റിൽ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ കുന്നിറങ്ങിയിട്ടാണ് പോകുന്നത്. ഇത് ബീച്ച് സൈഡാണ്. ക്ലോക്ക് ടവർ എന്ന് പറയുമ്പോൾ ബീച്ച് സൈഡായിട്ടാണ് വരുന്നത്. അപ്പം ബീച്ച് സൈഡിലേക്കാണ് ഞാൻ കുന്നിറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നത്. 750 മീറ്ററാണ് ബാക്കിയുള്ളത്. ലേഡീസിൻ്റെ ഷോപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 99% മുസ്ലിംസ് കമ്മ്യൂണിറ്റി ഉള്ളത്. പക്ഷേങ്കിൽ ഇവിടെ വസ്ത്രധാരണം ഒരിക്കലും ഫർദയും നിക്കാവും മാത്രമൊന്നുമല്ല, ഇവർ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. ഈവൻ ഇവിടെ മദ്യഷാപ്പുകളുണ്ട്, മദ്യങ്ങൾ ലഭ്യമാണ്. ഇന്നലെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ താഴെ ഡിന്നർ കഴിക്കാൻ പോയി ഞാൻ കണ്ടു. എല്ലാവരും ബിയറൊക്കെ കഴിച്ച് ഉഷാറാക്കുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് ശരിക്കും ഈ മാർക്കറ്റിലേക്കൂടെ നിങ്ങളാണിപ്പോൾ നടക്കുന്നത് എന്ന ഫീല് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കൊടുക്കാണ്ട് ഞാനിത് എൻ്റെ തലേൻ്റെ മുകളിൽ ക്യാമറയും പിടിച്ചിങ്ങനെ നടക്കുന്നത് കേട്ടോ. നടന്ന് വരുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു മാർക്കറ്റിലായിരിക്കും. ഇവിടെ ബാഗുകളാണ് കേട്ടോ, സ്കൂൾ ബാഗുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും സ്കൂൾ ബാഗിൻ്റെ സീസണൊക്കെ തുറക്കണമെങ്കിൽ കൊറോണ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറക്കണം. അതുവരെ അതിൻ്റെ കമ്പനികളൊക്കെ വെറുതെ വീട്ടിലിരിക്കണമെന്നുണ്ട്. ഇവിടുന്ന് ടേൺ ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ കോമൺ വെച്ചാൽ അവിടെ ലെഫ്റ്റ് പോകാൻ സ്ഥലമില്ല, ഷോപ്പുകളുള്ളത്. ഷോപ്പിൻ്റെ ഇവിടുന്നാണ് ഈ ഗൂഗിൾ അമ്മച്ചി ലെഫ്റ്റ് പറഞ്ഞത്. ഇതൊരു റെസ്റ്റോറൻ്റ് കേട്ടോ, ഓപ്പൺ ആയിട്ടില്ല, ഉച്ചക്കഴിച്ച് ഓപ്പൺ ആണല്ലോ. ബാഗുകളാണ്. പിന്നെ എവിടെയും വിലയൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എനിക്ക് തോന്നുന്നത് ബാർഗൻ ചെയ്യലാണെന്ന് എനിക്ക് സംശയം കേട്ടോ. ഇതൊരു മാർക്കറ്റാണ്. ബാഗുകളാണ്. യെസ്, സ്പെഷ്യൽ ഇൻഷുറൻസ് ഇവിടെ. $640 ജാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് ഒന്ന് വാങ്ങണം എന്തായാലും, ചെറിയ റേറ്റ് നോക്കി ഇവിടെ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ പണി കിട്ടും. തണുപ്പിടിച്ചിട്ട് പെർഫ്യൂം ഇട്ടത്. ഇതൊക്കെ സ്വീറ്റ്സാണ്. സലാം. عليكم السلام. عربي فارسي English. Yes. Where are you from? From India. India. Yeah. Salam. Hindi, English. Yeah. English, yes. Yeah. Excuse me, do you like a magazine? T-shirt, kanzel, jeans, No, it's okay. shoes. Because I am riding a motor, It's just so I have a jacket. Look, Paula. Look. Come in. Look. That's okay. മൂപ്പർ വിളിക്കുന്നത് നോക്കാം. യാ കം. മൂപ്പർ ഷോപ്പിന് ഉൾവശത്തെല്ലാം കാണാം, വിളിച്ചതല്ലേ. യാ
Yes, Normi, Armani, Lacoste, but I have. Lisa, Gucci, I play Tommy, Vans. ഇബ്രാഹിം Yes. ഇബ്രാഹിം എന്നെ പറ്റിക്കാൻ നോക്കി. കാരണം അപ്പുറമൊക്കെ ഇവിടെ ടീഷർട്ടിനൊക്കെ 60 ഉള്ളൂ. ചങ്ങാതി എന്നെ വിളിച്ച് ഉള്ളിൽ കൊണ്ട് പോയിട്ട് 150, 170 എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവായി കേട്ടോ. ഓക്കെ, പക്ഷെ നല്ല സ്വഭാവമാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ, താങ്ക് യു. വിട് മോനെ വിട്. ഷാംപൂസാണ്. പിന്നെ നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രീറ്റുകൾ നോക്കിയാൽ എവിടെയും കച്ചറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഭയങ്കര വൃത്തിയാണ്, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവരിപ്പോൾ എന്നെ കാണുമ്പം കുറേ കൂടി കഷ്ടപ്പെട്ട് ടൂറിസ്റ്റിനെ കിട്ടിയപ്പം കടിച്ചു വലിക്കാതെ. പക്ഷെ ഞാനൊരു പാപ്പരാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്, പക്ഷേ ലെഫ്റ്റ് പോകേണ്ട സ്പേസ് ഒന്നും ഇവിടെ ഇല്ല. അവിടെ റോഡുണ്ട്. ഓക്കെ, ഇതൊരു ഷോപ്പിംഗ് മാളാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഒരു തരത്തിലുള്ള കച്ചവടമൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് നീറ്റ് ക്ലീൻ ആണ്. നിലമൊക്കെ നോക്കി ഒന്നുമില്ല. ഇവിടെയൊക്കെ ഷോപ്പുകളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഷോപ്പിൽ നിന്ന് ഒരു കച്ചവടമൊന്നും ഇടുന്നില്ല കേട്ടോ. ഇവിടെ കച്ചവട ഡബ്ബയുടെ നമ്മുടെ ഒരു സ്പെഷ്യലായിട്ട് സംഭവം കൊടുത്തിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ നമുക്ക് വൃത്തിയായിട്ടൊക്കെ നടത്താൻ പറ്റും. അപ്പുറത്ത് ലെഫ്റ്റാണ് പറയുന്നത്. പിന്നെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞില്ല തുർക്കിയിൽ ഏറ്റവും 3ാമത്തെ സിറ്റിയാണ് ഇസ്മീർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷവർമയുണ്ട്. ഷവർമ രാവിലെ തന്നെ ഷവർമ. ഓക്കെ, ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ തുർക്കിയിലെ 3ാമത്തെ സിറ്റിയാണ് ഇസ്മീർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തുർക്കിയിലെ ഏറ്റവും വെയിറ്റ് ചെയ്യേ, നല്ല ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പറയാൻ പോകുന്ന ആരും സ്കിപ്പ് ചെയ്യരുത്. 1 shawarma small. Yeah, small. 40 grams, small. Beef. Yeah, beef. Roll, okay. No bread, roti. Okay, this is. Drink chai, something. Hot chai? Yes. Yeah, chai. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷവർമയും ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറെ ഒന്നും ഉണ്ടല്ല. തുർക്കിയിലെ ഏറ്റവും മനോഹരമായ പെൺകുട്ടികൾ, ഏറ്റവും മൊഞ്ചുള്ള കുട്ടികളുള്ള സിറ്റി എന്ന് പറയുന്നത് ഇസ്മീർ കേട്ടോ. ഇത് ഞാൻ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യമല്ല. എന്നോട് 2-3 ആൾക്കാർ പറഞ്ഞു. തുർക്കിയിലെ ലോക്കൽ ഫ്രണ്ട്സും പറഞ്ഞു. അതുപോലെ വേറെ ഇവിടെ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞതാണ് ഏറ്റവും നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഹൈദരാബാദ് അല്ലെങ്കിൽ കാശ്മീർ എന്നൊക്കെ പറയും. അതുപോലെ തുർക്കിയിൽ ഏറ്റവും മനോഹരമായ പെൺകുട്ടികളുള്ളത് ഈ ഇസ്മീറിലാണ്. പിന്നെ ഇസ്മീർ എന്ന് പറയുന്നത് ബീച്ച് സൈഡാണ്. ഇപ്പോൾ UAE ഉള്ളവരാണെങ്കിൽ നമ്മൾ കുറഫക്കാലിൽ പോകും ബീച്ചിലൊക്കെ എൻജോയ് ചെയ്യാൻ. അതുപോലെ തുർക്കിയുടെ ഭാഗത്തുള്ളവർ ബീച്ച് എൻജോയ് ചെയ്യാൻ മെയിനായിട്ട് വരുന്ന സ്ഥലവും ഇസ്മീറാണ്. ആസ് യൂഷ്വൽ കട്ടൻ ചായ എത്തി. കട്ടൻ ചായ ഇങ്ങനെ ഇളക്കി. പിന്നെ അതുപോലെ നമ്മുടെ ഷവർമ അതെ ഇവിടെ എത്തി. ചെറിയ ഷവർമ കേട്ടോ, കുഞ്ഞ് ഷവർമ ഞാൻ പറഞ്ഞത് 40 ഗ്രാമിൻ്റെ. നമുക്കെല്ലാം ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കാം. കേറി നഷ്ടമായിട്ടുള്ളൂ. മുടിഞ്ഞ ടേസ്റ്റാണ്. പിന്നെ നല്ല തണുപ്പാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പഴയൊരു തുർക്കി സോങ്ങാനും കേൾക്കുന്നുണ്ട്. അതും കേട്ട് മെല്ലെ പതുക്കെ ഒരു ചായയും ഒരു ഷവർമയും കഴിക്കട്ടെ. ഓക്കെ, അടിപൊളി. ഓക്കെ, കഴിച്ചു കഴിഞ്ഞ് നടത്താൻ തുടങ്ങി. ഞാൻ ശരിക്കും 2 ഷവർമ കഴിച്ചു. കാരണം മുടിഞ്ഞ ടേസ്റ്റ് കേട്ടോ. എനിക്ക് അറിയാമെന്നറിയില്ല. തുർക്കിയാണ് ശരിക്കും ഷവർമ കണ്ടുപിടിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ എനിക്ക് തിരുത്താം കേട്ടോ. ജ്വല്ലറിയാണ് ലേഡീസിൻ്റെ. ഗോൾഡിൻ്റെ ഡിസൈൻ കേട്ടോ. സ്ത്രീകളാകുമ്പോൾ ഞാൻ കണ്ടാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് വലിയ ഡിസൈനൊന്നും ഇല്ല. അറബിക് ടൈപ്പിലാട്ടോ വരുന്നത്. ഇവിടെ ഇത് ദുബായിലെ ഗോൾഡ് സൂക്കിൽ പോയാൽ ഇതിനും വലുത് കാണാൻ പറ്റും. $280 മീറ്ററാണ് ഇവിടുന്ന് ലെങ്ത് വരുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്.
പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു ബിൽഡിംഗ് പൊളിക്കുന്ന കാണിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ. ശരിക്കും ഈ ഇസ്മീറിൽ ഈ അടുത്ത കാലത്ത് 3-4 മാസം മുമ്പ് ഒരു വലിയൊരു ഭൂകമ്പം നടന്നിരുന്നു. നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് മലയാളം ചാനലുകളൊക്കെ ആ ഭൂകമ്പം കാണിച്ചു. അപ്പോൾ ആ ഭൂകമ്പത്തിൽ തകർന്ന ഒരു ബിൽഡിംഗ് പൊളിക്കുന്ന സീനാട്ടോ നമ്മൾ കണ്ടത്. അപ്പോഴെനിക്കറിയില്ലായിരുന്നു, റൂമിൽ വന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ആ സെയിം സംഭവം തന്നെ വീഡിയോ രൂപത്തിലൊക്കെ കണ്ടത്. ഒരു സ്ട്രീറ്റായത്. മറ്റേ മ്യൂസിക് ഇല്ല എന്നിട്ട് ആ മ്യൂസിക് കാണുന്നത് കേൾക്കുന്ന ഇവിടെ. ഇതാണ് ഇസ്മീറിലെ ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിന് ഇവിടെയായിട്ട് ചെറിയൊരു മസ്ജിദ് പോലെയുണ്ട്. ശരിക്കും ഇത് 1901 ഈ ഒരു ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. അതും പിന്നെ ലാവൻറ്റൈൻ ഫ്രഞ്ച് ആർക്കിടെക്റ്റായ റെയ്മണ്ട് ചാൾസ് പെരെ എന്ന് പറഞ്ഞ ആളാണ് നിർമ്മിച്ചത് കേട്ടോ. ഒരു ഫ്രാൻസിൻ്റെ ആ ഒരു കട്ടുണ്ടാവും. പക്ഷേ 1928 മാർച്ചിൽ ഒരു വലിയ ഭൂകമ്പത്തിൽ ഇത് തകർന്നു വരുന്നു. തകർന്നു പോയിട്ട് രണ്ടാമതും റീകൺസ്ട്രക്ട് ചെയ്ത ഈ സ്ട്രീറ്റാണ്. ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇവരുടെ മെയിൻ ലാൻഡ് മാർക്കായിട്ട് കണക്കാക്കിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇങ്ങനെ ഈ വെയിലത്ത് ഈ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് ഇതേ ഈ പ്രാവിനൊക്കെ ഫുഡൊക്കെ കൊടുത്തു. അപ്പം പ്രാവിന് കൊടുക്കുന്ന ഫുഡ് നമുക്കിവിടെ വാങ്ങാനൊക്കെ കിട്ടും. ഞാനത് കാണിച്ചിടാം. ആദ്യം ഞാൻ ക്ലോക്ക് ടവറിന് കാണിച്ചിടാം. പിന്നെ സെർബിയയിൽ പോയപ്പോഴും നമ്മൾ കണ്ട ഒരു സംഭവമുണ്ട്. ഇങ്ങനെ ഈ ഇതേപോലത്തെ മാർബിളിൽ വെള്ളം കുടിക്കുന്നൊരു സെറ്റപ്പ് ഇവിടെയും ഉണ്ട് കേട്ടോ. ഇത് മാർബിളാണ്. ഈ ഒരു വശത്തായിട്ട് ഈ യൂറോപ്പിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഒരുവിധം എല്ലാം മാർബിളിൽ ഇവർ പണിയെടുപ്പിക്കുന്നത്. എല്ലാ സൈഡും ഒരുപോലെ തന്നെ കേട്ടോ. പട്ടികൾ ഒരുപാടുണ്ട്. അതേ പേടിയാകുന്ന ടൈപ്പ് വലിയ സാധനങ്ങളാണ്. ഇതിനുള്ളിലേക്ക് എൻട്രൻസ് ഇല്ല. എനിക്കൊന്ന് മുകളിലേക്ക് പോകാൻ പറ്റും, പക്ഷേ ഇവിടെ ഡോറൊക്കെ ഉണ്ടോ, ഡോറൊക്കെ ഇവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഡോറ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ ജസ്റ്റ് കാണിച്ചുതരാം. നല്ല വെയിലാണ്. പിന്നെ തണുപ്പ് കുറച്ച് കുറവാണ്. ഇസ്താംബൂളിലെല്ലാം കമ്പയർ ചെയ്യുമ്പം ഭയങ്കര കുറവാണ്. പിന്നെ ചെനാക്കലിനെ കമ്പയർ ചെയ്യുമ്പം കുറവാണ് കേട്ടോ. ഇവിടെ ശരി ഇങ്ങോട്ടേക്ക് ചൂട് കൂടാൻ തുടങ്ങി. ഇനി അങ്ങോട്ടേക്ക് ബീച്ച് സൈഡിലൊക്കെ ആൾക്കാരൊക്കെ തിരക്ക് കൂടാൻ തുടങ്ങി. ഇവിടെ കുറച്ച് വാട്ടർ ഫൗണ്ടേഷൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രാവുകളാണ് മെയിൻ. ഇവിടെ പ്രാവുകൾക്ക് ഫുഡ് വാങ്ങാൻ കിട്ടും. ആ ഫുഡ് വാങ്ങുന്നവർക്ക് അതൊരു കച്ചവടമായി, പ്രാവുകൾക്ക് തീറ്റയായി. അത് ഇട്ട് കൊടുക്കുന്നവർക്ക് അതൊരു ഹാപ്പി മരുന്ന്. കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രാവിനൊക്കെ കാണിച്ച്. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ 2 മക്കളെയും കൂടി ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പ്രാവുകൾ വെള്ളം കുടിക്കുന്ന കണ്ടോ, വെള്ളം കുടിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. ആൾക്കാരെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. മാക്സിമം അടുത്ത് പോയാൽ മാത്രമേ പറക്കുന്നുള്ളൂ. കാരണം ഇവർക്ക് മനസ്സിലായി ഇവിടെ ആൾക്കാർ ഇതിനെ ഉപദ്രവിക്കില്ല എന്നുള്ളത്. ഒരു ഫുൾ വ്യൂ ഓഫ് ദ ക്ലോക്ക് ടവർ. അപ്പം ഇതാണ് ഇസ്മീർ ക്ലോക്ക് ടവർ കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ ഒരു 10-15 മിനിറ്റ് വെറുതെ പാട്ട് കേട്ടിരിക്കുന്നത്. കാരണം നല്ല രസം. ഏതെങ്കിലും ഒരു ചെയറിൽ പോയിരുന്ന് ഇങ്ങനെ ചുറ്റും ആൾക്കാരൊക്കെ നോക്കി പഴയ പാട്ടൊക്കെ കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പഴയ മലയാളം പാട്ടൊക്കെയാണ്, പഴയ മാപ്പിളപ്പാട്ടൊക്കെ. അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു 15 മിനിറ്റ് ഞാനിവിടെ സ്പെൻഡ് ചെയ്യട്ടെ. പിന്നെ അപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് എന്താ പറയുക, നിങ്ങൾ വെക്കിപ്പെട്ടില്ലെങ്കിൽ ഒന്ന് പഠിച്ചിട്ടില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടിടാം കേട്ടോ. പിന്നെ ആ ദൂരം കാണുന്നത് ഇവിടുത്തെ ഒരു മെട്രോ ആണ്. കൊണാർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയാണ് മെട്രോ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ മത്ര സൂക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ ഒമാനിലെ ആൾക്കാർ. മത്ര സൂക്ക് പോലെ ഇവിടെ ഒരു 450 മീറ്റർ അപ്പുറം ഒരു ഹിസ്റ്റോറിക്കൽ മാർക്കറ്റ് ഉണ്ട്. അങ്ങോട്ട് പോട്ടോ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പള്ളി. ഇത് നിങ്ങൾ കണ്ട ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് പുതിയ ടൈപ്പിലുള്ള എന്ന് വെച്ചാൽ ആധുനിക രീതിയിലുള്ള ബിൽഡിങ്സും കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ 100 കണക്കിന് വർഷം പഴക്കമുള്ള ഹിസ്റ്റോറിക്കൽ മാർക്കറ്റ് ഉള്ളത്.
എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട്, കല്ലുകൾ പാകിയ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ശരിക്കും മൊബൈൽ ഷോപ്പിൽ കയറിയതാണ്. കാരണം എൻ്റെ ഇവിടുത്തെ വീഡിയോസ് റോ ഫയൽസ് സേവ് ചെയ്യുമ്പോൾ എനിക്കൊരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 350 GB ഹാർഡ് ഡിസ്കിന് 350 റിയാൽ, നാട്ടിലത്തെ 3500 രൂപയാണ് റേറ്റ് പറഞ്ഞത്. എനിക്ക് ശരിക്കും റിയൽ റേറ്റ് എനിക്ക് എത്ര അറിയില്ല, പക്ഷെ എന്തായാലും എനിക്ക് വാങ്ങണം. കാരണം അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് ഫയൽസ് മിസ്സായിപ്പോവും. പിന്നെ ഞാനൊരു കേബിൾ വാങ്ങി. ഇതാണ് ഷോപ്പിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ചിട്ട് ഐഫോൺ വളരെ കുറവാണ്. ഇവിടുത്തെ മൊബൈൽ കേസ് കണ്ടോ, എല്ലാം സാംസങ്ങും അതുപോലെ ഓപ്പോ പോലത്തെ ഒക്കെ മൊബൈൽസാണ് ഇവിടെ ഉള്ളത്. ഐഫോൺസ് വളരെ കുറവാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ കയ്യിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഈവൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ അടുത്തുള്ള iPhone 12 Pro ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ ആൾക്കാരിങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ ആപ്പിൾ ഇവിടെ കുറവാട്ടോ. ഇവിടെ ഈ പട്ടാൾക്കാരെയും പോലീസുകാരൊക്കെ വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അവരുടെ യൂണിഫോം ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകൾ ഇവർ വെക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മാത്രമേ വാങ്ങാൻ കിട്ടുള്ളൂ, പബ്ലിക്കിനെല്ലാം വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതെന്താ ഫ്രൂട്ട്സ് മനസ്സിലാകുന്നില്ല. ഇവനൊന്ന് ജ്യൂസ് അടിക്കാൻ നോക്കാം. വലിയ ഓറഞ്ച് ആയിട്ടോ സാധനം ഇത്. ഇവരവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട് ഇതിൽ. ഇത് ഓറഞ്ചിൻ്റെ മാത്രം ഷോപ്പാണ്. ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട്. അപ്പോൾ നമ്മൾ എത്താറായി. 210 മീറ്റർ കൂടെ ഇനിയുള്ളൂ. ഇത് ഫിഷിൻ്റെ ഷോപ്പാണ്. ഇതാണ് നമുക്ക് ശരിക്കും കാണേണ്ടത്. എന്തൊക്കെ മീനിലെ നമുക്ക് നോക്കാം കേട്ടോ. കുഞ്ഞുമത്തി ഉണ്ട്. കുഞ്ഞുമത്തി നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം കുഞ്ഞുമത്തി. തിയാപ്പിള കടലിൽ വേറെ സാധനമുണ്ട്. ചെകിള കുറച്ചത് കേട്ടോ മൊത്തത്തിൽ. ഐസ് ഇടുന്നില്ല, വെള്ളം ഇടുന്നതിലും കാണാം. അത് ഓട്ടോമാറ്റിക് ഐസ് ആയിക്കണം, തണുപ്പുണ്ട്. തുർക്കിയിലെ പ്രധാന മീൻ എന്ന് പറയുന്നത് ഹമ്മൂറാണ്. ഹമ്മൂറാണ് ഇവരുടെ മെയിൻ മീൻ. അത് ഗൾഫിലേക്കൊക്കെ ഇവിടുന്ന് കയറ്റിയേക്കുന്നത്. തുർക്കിഷ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സുവനീർസൊക്കെ വെക്കുന്നൊരു ഷോപ്പാണ്. അപ്പം ഇറ്റ് മീൻസ് ടൂറിസ്റ്റുകളുടെ ഏരിയ തുടങ്ങി നടത്തും. കാരണം ടൂറിസ്റ്റ് ഏരിയയിലാണ് ഇങ്ങനത്തെ സുവനീർസൊക്കെ വെക്കുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി കൈൻഡ് ഓഫ് സുവനീർസ് ഉണ്ട്. ഇസ്മീറിൻ്റെ ഒക്കെ ഒരുപാട് സുവനീർസ് ഇവിടെ ഉണ്ട്. ഞാൻ ഓൾറെഡി ചെനാക്കലയിൽ നിന്ന് സുവനീർസ് വാങ്ങിയിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴും മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറാതെ പഠിച്ചാണ്. ഇതെന്തെങ്കിലും ഉള്ളിൽ കയറാൻ പറയുമ്പോൾ എന്നെക്കൊണ്ട് ഉള്ളിൽ കയറ്റിയല്ലോ. ഇത് തസ്ബീൻ്റെ ഷോപ്പാണല്ലോ. തസ്ബീ ഉണ്ടല്ലോ. അതെ, വെറൈറ്റി കൈൻഡ് ഓഫ് തസ്ബീ ഉണ്ട് ഇവിടെ. ഇതൊക്കെ നിങ്ങൾ ഇജാതി കളക്ഷൻസ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എത്ര ഇടന്നൊക്കെ. ഇത് ഹോൾസെയിൽ ഷോപ്പാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് സംഭവങ്ങൾ കൂടുതലാണ്. കളേഴ്സ്, ഇതൊക്കെ നല്ല സാധനങ്ങൾ. ഇതൊക്കെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പുതിയ വീടിനുള്ളിലൊക്കെ നമുക്കിത് എടുത്തു വെക്കാൻ പറ്റും. പിന്നെ തുർക്കിൻ്റെ ഒരു നെയിം പ്ലേറ്റൊക്കെ ഇവിടെ ഉണ്ട്. പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ ഈ കളറില്ല, ഈ കളർ ശരിക്കും പേർഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് മോസ്കുകളിൽ ഒരുപാട് ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ സെയിം കളർ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ പുതിയ വീടിൻ്റെ ഉൾവശത്തും ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കളർ തീം ഉപയോഗിക്കാമെന്ന് ഞാൻ ഇന്ത്യയുടെ ഡിസൈനിങ് ആൾക്കാർ പറഞ്ഞില്ല. കാരണം എനിക്ക് ഈ കണ്ടിടത്തോളം എനിക്ക് ഒരുപാട് ലെക്കായിട്ട് തോന്നിയൊരു കളറാണ് ഈ ഒരു ബ്ലൂ കേട്ടോ, സ്കൈ ബ്ലൂ. കാണുമ്പോൾ വാങ്ങാതിരിക്കാനും തോന്നില്ല, വാങ്ങിയിട്ട് കൊണ്ടുപോകേണ്ട കഷ്ടപ്പാടല്ലേക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മൂപ്പരത് ലൈറ്റിലിട്ടിട്ട് താങ്ക് യു. മൂപ്പർ ലൈറ്റിലിട്ടിട്ട് മൊഞ്ചാക്കി തന്നിട്ടുണ്ട്. ഞാൻ കരുതി മൂപ്പർ എത്തി നോക്കുമ്പോൾ ഞാൻ കരുതി തെറി പറയാൻ, നമുക്ക് തെറി പറയാനല്ല, ലൈറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കളക്ഷൻസാ. ഞാൻ വേണേൽ മൂപ്പരുടെ നമ്പർ വേണം വാങ്ങിയിട്ടുണ്ട്, അതൊരു കൊറിയർ അയച്ചിട്ട് വെച്ചു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതാണ് ഏറ്റവും ബെസ്റ്റ്. യൂട്യൂബ് എന്താണ് ജോലി നിൽക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ അവരെ കഴിയുമ്പോൾ നെറ്റ് ഉണ്ട്, നമുക്ക് നമ്മുടെ ജോലി കാണിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. സോ ഞാനതിൽ എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യട്ടോ. ഇവരിത്ത് നമ്മൾ സഹായിച്ചത് ലൈറ്റിലിട്ട് തന്നിട്ട് ഫുള്ള് വെളിച്ചാക്കി തന്നിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ കണ്ടാൽ ചിലപ്പം വൈഫൊക്കെ എടുത്തറിയും. Glass beach manufactory India glass beach Agra Purdalpur Saint Muslim Turkey to India. Türkiye'den India'ya gittim. Glass beach. ഇവിടുന്ന് ഗ്ലാസ് പീസ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്ന അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ വാങ്ങാം. ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പോർട്ടോ ഇമ്പോർട്ടോ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാം അല്ലേ. സംഭവം പുറത്തു പോയി ഞാൻ തിരിച്ചു വന്നു, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ നോക്കിയാൽ മുകളിലൊക്കെ നോക്കിയാൽ
ഇത് ക്യാമറ ലൈറ്റ് അടിക്കുന്നുണ്ടാണ്. അപ്പം ഞാൻ മൂപ്പരുടെ നമ്പർ വാങ്ങി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ സാലിയാണ് മൂപ്പരോട് സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അവരെ നമ്പർ വാങ്ങി വെച്ചിട്ട് ഇത് നമുക്ക് ബിസിനസ്സായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് നമുക്ക് നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇസ്മീർ എന്ന് പറഞ്ഞ പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷിപ്പിംഗ് ഒക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റ് നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇവർ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ ഇവർ ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ പ്രൊഡക്റ്റ് ആയിരിക്കാം ഇവർ കൊടുത്ത ഏജന്റ് വഴി നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിടാം. പിന്നെ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ വെക്കാൻ ഈ മുകളിൽ ഇതില്ലേ, ഇത് ഞാൻ മുകളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. കാരണം ഈ തുർക്കിയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയാമല്ലോ മരിക്കുന്നവരെ, അത് ഞാൻ വാങ്ങുന്നുണ്ട് കേട്ടോ. ക്ലോക്ക് കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ വാങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. ഇതൊക്കെ ഈ ക്ലോക്ക് ഉണ്ടോ, 110 അതിന് റേറ്റ് ഉള്ളത്. പക്ഷെ അത് വേർത്ത് കേട്ടോ, അടിപൊളിയാണ്. ബ്ലൂ കളറിൽ തന്നെ ഞാൻ അതേപോലെ നോക്കി വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഏതായാലും സംഭവം വിചാരിച്ചതിനേക്കാൾ ഉഷാറാണ്. ഞാൻ എന്തൊക്കെയോ വാരി വലിച്ചട വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വന്നിട്ട് എടുക്കണം. ഇത് ഇപ്പം വീടെടുക്കുന്നതുകൊണ്ട് എവിടെ പോയാലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനാണ് മനസ്സിങ്ങനെ ഇതാകുന്നത് കേട്ടോ. മുമ്പൊന്നും ഞാൻ ഒരു സാധനം പർച്ചേസ് ചെയ്യില്ലായിരുന്നു. ഈവൻ ഞാനെന്നെ വീഡിയോസിൽ വരെ നിങ്ങളോട് പറയാണ്ട് ഒരു സാധനം പോലെ വാങ്ങരുതെന്നുള്ളത്. പക്ഷെ ഇപ്പം വീട്ടിലേക്കുള്ള ഇപ്പം ഞാൻ എൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കിച്ചൺ ഡെക്കറിനെ അവരെ വിളിച്ചു, അതിൻ്റെ മുതലാളിനെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് ഞാൻ കാര്യങ്ങൾ കാണിച്ചിട്ടപ്പോൾ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബ്ലൂ തീമാണ് ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കളേഴ്സ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് തുർക്കി എന്നൊക്കെ കിട്ടും. കാരണം തുർക്കിയും ആ കളർ ബേസിലാണ് വരുന്നത്, പേർഷ്യൻ സംസ്കാരം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഹിസ്റ്റോറിക്കൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഓപ്പോസിറ്റ് വെയിലടിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കളർ വരുന്നത് കേട്ടോ. അത് ഞാൻ ഹെൽമെറ്റ് ക്യാമറയിലും കാണുന്നുണ്ട്, എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും കാണുന്നത്. ഇതൊക്കെ പെയിൻറ്റിങ്സ് ആണ്, അതൊക്കെ പെയിൻറ്റിങ്സ് കേട്ടോ. നമുക്കൊരു വരച്ച് ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ട്. ഇതാണ് മാർക്കറ്റ്, നല്ല മണം. ഫുഡ് കോർട്ടാണ് ഇത്. റെസ്റ്റോറൻ്റ് ആണ്, റെസ്റ്റോറൻറ്റ് ഇരിപ്പിടത്. ഇവിടെ കുഞ്ഞുമത്തി വെക്കുന്നുണ്ട്. ഇത് കുഞ്ഞുമത്തിനല്ലേ. ഇവിടെ കുറച്ച് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ, എല്ലാം ഫ്രഷ് മീനാണ്. ഒരു ചെകിള എടുത്ത് പുറത്തെടുത്തതിന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു ഫുഡ് കോർട്ടാണ്. തലച്ചോറൊക്കെ ഉണ്ട് അതിനുള്ളിൽ. നിങ്ങളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് തുർക്കിയിലെ ഇസ്മീറിലുള്ള ഒരു പുരാതന മാർക്കറ്റിലൂടെയാണ്. എല്ലാവരും ഇതേ ക്യാമറ ഞാൻ പിടിച്ച് നടക്കുന്നതേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ എൻ്റെ ഒപ്പരം വരുന്നുണ്ട് കേട്ടോ, മറന്നുകൊണ്ടോ. ഫുഡ് കോർട്ടാണ് ഇത്. നമ്മുടെ സ്വന്തം കല്ലുമ്മക്കായി നോക്കി നിങ്ങൾ. കല്ലുമ്മക്കായി ഇവർ ചെറുനാരങ്ങയിലിട്ടിട്ട് പുഴുക്കുന്നുണ്ടോ? കല്ലുമ്മക്കായി ചെറുനാരങ്ങയില്ലേ, ചെറുനാരങ്ങയിൽ പിഴിഞ്ഞിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് അറിയില്ല. പുഴുങ്ങലാണ്, കാരണം പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള അടുപ്പാണിത്. നാട്ടിലത് അതേ സെറ്റപ്പ് തന്നെ കേട്ടോ ഇവിടെയും. ഈ ഷോപ്പിൽ ആ സംഭവം കിട്ടും, പക്ഷെ തുടങ്ങിയിട്ടില്ല. വൈകുന്നേരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്തിട്ട് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല, വൈകുന്നേരം ഉള്ളൂ. ഇത് ഞാൻ മിക്കവാറും അടുത്ത പ്രാവശ്യം കണ്ടെയ്നർ എടുത്തിട്ട് വരേണ്ടി വരും, കാരണം ഈ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ. ഇത് പെറ്റ്സിൻ്റെ ഷോപ്പാണ്. ഇവിടെ ഇതൊക്കെ പൂച്ചക്കുട്ടികളുടെ എന്താ പറയുക, നമ്മൾ പോക്കറിനൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. പോക്കറിനൊക്കെ കിടക്കാൻ പറ്റിയ ചെറിയൊരു കൂടാണ്. ഇവിടെ ഡോഗ്സിനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ കൂടുകൾ, പക്ഷിക്കൂടുകൾ, അതുപോലെ പക്ഷി തീറ്റകൾ, പൂച്ചേൻ്റെ തീറ്റകൾ, പട്ടികളുടെ തീറ്റകൾ. പട്ടികളൊക്കെ ഒരുപാട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് സ്നാക്സാണ്, വാൾനട്ട് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ഈ സംഭവം എനിക്കറിയില്ല, പള്ളിയിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ തരുന്ന നാട്ടിൽ. കേക്കാണ്, ഡെസേർട്ടാണ്. ആൽമണ്ടിൻ്റെ ആൽമണ്ടല്ല, കടല മുകളിൽ ഇങ്ങനെ പീസീസാക്കി വെച്ചിട്ടുണ്ട് അതിൽ. പിന്നെ ഇവിടെ കുട്ടികളുടെ, കുഞ്ഞു മക്കളുടെ തൊട്ടിലുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ ഒക്കെ ഇവിടെ ഉള്ളത്. ഇത് വിരിയില്ലേ, നമ്മുടെ ജനാലൊക്കെ വാതിലും കൊടുക്കുന്ന കർട്ടൻസിൻ്റെ ഒക്കെയാണ്. പിന്നെ ഈ ഷോപ്പിൽ കയറുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് പ്രൈസ് ടാഗുള്ള ഷോപ്പിലേ നമ്മൾ കയറാം. കാരണം സാധാരണ ആൾക്കാർക്ക് 50 ആണെങ്കിൽ ടൂറിസ്റ്റുകളും അവരെന്ത് ചെയ്യും 200 പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടൂറിസ്റ്റായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിൽ പ്രൈസ് ടാഗുള്ള ഷോപ്പിൽ മാത്രമേ കയറാൻ പാടുള്ളൂ കേട്ടോ. ഗോൾഡാണ്.
കുറച്ച് ഗോൾഡ് ഷോപ്പുകൾ അത്ര വലിയ ഒരു തൃപ്തി കിട്ടുന്നില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഗോൾഡിനോട് ഭ്രമം കുറവാണെന്നൊരു സംശയമുണ്ട് ഇത് കാണുമ്പോഴാണ്. ഷോപ്പുകൾ കുറവാണ്, പിന്നെ ഡിസൈൻസ് ഒന്നും വലിയ ഡിസൈൻസ് ഒന്നും ഇല്ല. ജെല്ലി കേട്ടോ, സ്വീറ്റ്സ് ആണ്, ജെല്ലിയാണ്. ഇവിടെ എന്താ പറയുക, ഈത്തപ്പഴമുണ്ട്, എന്തൊക്കെയോ മിക്സഡ് ഇതൊക്കെ ഉണ്ട്, കേക്ക്സ് ഒക്കെ ഉണ്ട്. ചുള്ളിക്കരി കാണിച്ചിട്ടെ. ഇതൊക്കെ സ്വീറ്റ്സ് ആണ്, മക്കളെയും കൂടി കയറിക്കുന്ന നല്ല രസം. ഇതിൻ്റെ കളർഫുൾ സ്വീറ്റ്സ് ഉണ്ട്. ഇത് കാണുമ്പോൾ വിറകിൻ്റെ കഷ്ണം പോലെ ഉണ്ട്, ഇത് കാണുമ്പോൾ എല്ലിൻ്റെ കഷ്ണം പോലെ ഉണ്ട്. രണ്ട് കളറാണ്. വാലറ്റിനുണ്ട്, ഇതപ്പോഴുണ്ട്. ഇത് നമ്മളെ മാൾബറി ഉണ്ട്. ഞാനുണ്ട് അവിടെ ക്യാമറ നോക്കി പിടിച്ചിട്ട്. ജംസ് അടിപൊളി കേട്ടോ. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകും. ഒച്ചപ്പാടും പാടങ്ങളൊക്കെ ഉണ്ട് അവിടെ. ലൈറ്റൊക്കെ ഇട്ടുണ്ടെന്ന് അറിയില്ല, നോക്കാം. മീറ്റ് മാർക്കറ്റിലേക്കാണോ പോകുന്നത് എന്നൊരു സംശയം. കാണാൻ നല്ലൊരു മണം വരുന്നുണ്ട്. മീറ്റ് മാർക്കറ്റ് കേട്ടോ, മീൻ മാർക്കറ്റ്, മത്സ്യം, ഇറച്ചി മാർക്കറ്റ്. ഒച്ചപ്പാടും പാടൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെയും കൽമക്കായി, ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് പുഴുങ്ങാൻ വെച്ചിട്ട് മീന്. താങ്ക് യു. മത്തി പറിച്ചിട്ടുണ്ടായിരുന്നു. മത്തി അങ്ങനെ തന്നെ എടുത്തിട്ട് നടുക മുറിച്ചിട്ടില്ലേ, പരത്തി വെച്ചിട്ടുണ്ടോ അവര്. ആളുവാ നല്ല രസമില്ലേ, മറ്റേ ഓണത്തിന് പൂവിട്ടുമല്ലോ കാണുമ്പോൾ. കാണാൻ തലച്ചോറെടുത്ത് പുറത്തിട്ടിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ആടെ മുറിച്ചിട്ട് പറത്തിച്ചിട്ടുണ്ടോ, പാട്ടും പാടുന്നു. 33 റുപ്യ ഇതിൻ്റെ കിലോന് റേറ്റ്. ഹമ്മൂറാണെന്ന് കാണുമ്പോൾ. അപ്പോൾ 330 റുപ്യ കേട്ടോ കിലോന് നാട്ടിലത്. ഇത് മറ്റേ നാട്ടിൽ എന്താ പറയുക, ഇഞ്ചിമുട്ടായി വെക്കുന്ന ആളല്ലേ, അതുപോലെ ഉണ്ട് കേൾക്കുമ്പോൾ. ചെമ്മീനുണ്ട്, നല്ല ചുവന്ന ചെമ്മീനുണ്ട്. താങ്ക് യു. ഞാൻ അമ്മൂർ പറയുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. എനിക്ക് അമ്മൂർ സത്യം പറഞ്ഞാൽ മാറിപ്പോകുന്നത്. വേറെ ഏതോ മീനാണിച്ച് അമ്മൂർ എന്നെല്ലാം പറഞ്ഞത്, ക്ഷമിക്കണേ. കാരണം അമ്മൂർ കുക്ക് ചെയ്തിട്ട് തിന്നുമ്പോൾ പ്ലേറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. അത് ഇത് വെച്ച് പറഞ്ഞതാണ്. എൻ്റെ മോനെ, മീൻ മാർക്കറ്റ്. ഒച്ചപ്പാടം ബോളോ. നല്ല വൃത്തിയാണ്. നിലം നോക്കി നിങ്ങൾ, നിലത്ത് നോക്കിയേ. ഇത്രയും കച്ചവടം നടക്കുന്നുണ്ട്, പക്ഷെ നിലം നോക്കി നിങ്ങൾ. എന്തെങ്കിലും ഉണ്ടോ, കച്ചവടം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം. കുറച്ച് ഷോപ്പേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇത് ഉപ്പിലിട്ടതാണ്. ഞാൻ ഒരു വീഡിയോ കാണിച്ചില്ല, മുളക് അടിച്ച് പറിക്കുന്ന കഴിഞ്ഞ ദിവസം വരുമ്പോൾ ആ മുളക് ഇട്ട് ഉപ്പിലിട്ട മുളക് മുഴുവൻ എല്ലാം മണം കേട്ടോ. ഉപ്പിലിട്ട മാങ്ങേൻ്റെ എല്ലാം മണം എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട മുളകിൻ്റെ മണം. വെജിറ്റബിൾസ് ആണ്. വൃത്തിയാക്കുന്നുണ്ട് ആൾക്കാർ.
തക്കാളിക്കൊക്കെ തക്കാളീൻ്റെ ഇതളടക്കം കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി ഇവിടെ ഒരുപാടുണ്ട്. വരുമ്പോൾ സ്ട്രോബെറിൻ്റെ ഫാമൊക്കെ കാണിച്ചു തന്നിരുന്നു. കാണാത്തൊരു വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ പുറത്തെത്തി, മാർക്കറ്റിൻ്റെ പുറത്തെത്തി. ഇത് മദ്യ ഷോപ്പാണ്. ഇവിടെ മദ്യ ഷോപ്പൊക്കെ ഉണ്ട്. ജാക്ക് ഡാനിയലും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാം കിട്ടും, നിരോധനമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ പോയിട്ട് വാങ്ങാം. ഓക്കെ, ഇനി നേരെ റൂമിലേക്ക് പോകണം. പിന്നെ ഭയങ്കര സന്തോഷം, നല്ല വെയിലത്ത് ഇങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളി കേട്ടോ. ഇനിയിപ്പോൾ നേരെ റൂമിലേക്കാണ്. റൂം പോയിട്ട് കുറച്ച് ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇപ്പോൾ തീരാറായി. ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യണം. അതുപോലെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഒന്നും കൂടി പുറത്തിറങ്ങും കേട്ടോ. ഇവിടെ കാണുന്ന പോലീസ് ചെക്കിംഗ് ആണ്. പോലീസുകാർ എല്ലാവരെയും പിടിച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നെ അടക്കം ചെക്ക് ചെയ്യും. പക്ഷേ ഞാൻ ടൂറിസ്റ്റ് ആയതുകൊണ്ട് അവർ ഒഴിവാക്കി വിടും, കുഴപ്പമൊന്നുമില്ല. ഈ മാർക്കറ്റിലൂടെ കൂടി നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാം. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ നല്ല വിലയാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. അഫ്കോഴ്സ് ഇന്ത്യ എന്ന് കേൾക്കുമ്പം ഇവർക്ക് ഇന്ത്യൻ കൾച്ചറിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്, ഇന്ത്യൻ സിനിമകളോട് നല്ല ഇഷ്ടമുണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾക്ക് നല്ല വാല്യൂ ആണ്. ഇപ്പം നമുക്ക് വളരെ സേഫായിട്ട് വന്നിട്ട് കറങ്ങിയിട്ട് പോകാം. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവൻ ഞാൻ ക്യാമറ എടുത്ത് പല ഷോപ്പിലും കയറുന്നുണ്ട്, പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആരും എന്നോട് തടയുന്നൊന്നുമില്ല. ക്യാമറ കാണുമ്പോൾ എല്ലാവരും ക്യാമറയുടെ മുമ്പ് എൻ്റെ ഹായ് ബായ് പറയുന്നതല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, വേറെ എന്താ പറയുക, റൂമിലെത്തിട്ട് ബാക്കി കാഴ്ചകൾ ഏതായാലും കാണാം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.